പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശു പഠിപ്പിച്ച ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകളാണ് നമ്മൾ ഉദയം എന്ന ഈ പരമ്പരയിലൂടെ പഠന വിഷയമാക്കുന്നത്. യേശു അനേകം ഉപമകൾ കാർഷിക മേഖലയിൽ നിന്നെടുത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. വിത്തും വിളയും കളയുമൊക്കെയായി ബന്ധപ്പെട്ടത്. ഇന്ന് നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു ഉപമയാണ് പഠന വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമേ നമുക്ക് ബൈബിളിൽ നിന്ന് വായിക്കാം. മറ്റൊരു ഉപമ അവൻ അവരോട് പറഞ്ഞു. ഒരുവൻ വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്നതിനോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം. ആളുകൾ ഉറക്കമായപ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു. വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു, യജമാനനെ, നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്? പിന്നെ കളകളുണ്ടായത് ഇവിടെ നിന്ന്? അവൻ പറഞ്ഞു, ശത്രുവാണ് ഇത് ചെയ്തത്. വേലക്കാർ ചോദിച്ചു, ഞങ്ങൾ പോയി കളകൾ പറിച്ചു കൂട്ടട്ടെ? അവൻ പറഞ്ഞു, വേണ്ട. കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പിഴുതു കളഞ്ഞെന്ന് വരും. കൊയ്ത്തുവരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും, ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിൽ ചുട്ടുകളയാൻ അവ കെട്ടുകളായി വയ്ക്കുവിൻ. ഗോതമ്പ് എൻ്റെ ധാന്യപ്പുരയിൽ സംഭരിക്കുവിൻ. ഇതാണ് ഉപമയുടെ ആദ്യ ഭാഗം. സ്നേഹമുള്ളവരെ, യേശു ദൈവരാജ്യത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ വിശദമാക്കുന്നതിന് വേണ്ടിയാണ് ഈ കഥകളെല്ലാം പറയുന്നത്. ഇന്നത്തെ കഥ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ടാവും. എന്തുകൊണ്ട് കാട് പറിക്കാൻ സമ്മതിക്കുന്നില്ല? നമ്മളെല്ലാവരും ചെയ്യാറുള്ളതാണ്. കപ്പ നട്ടാൽ, നെല്ല് വിതച്ചാൽ കളകളുണ്ടാകുമ്പോൾ പറിച്ചു കളയുക. അത് പറിച്ചു കളയാതിരിക്കുന്നത് വിളകൾക്ക് തന്നെ മോശമാകാൻ സാധ്യതയുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ സാധാരണ രീതിയാണ്. കാടുപറിക്കൽ വിതയോടും കൊയ്ത്തിനോടും തന്നെ സാമ്യമുള്ള, ബന്ധമുള്ള, പ്രാധാന്യമുള്ള ഒന്നാണ് കാടുപറിക്കൽ. കളകൾ ഒരുപാടുണ്ടാകുമ്പോൾ വിളകൾ ചുരുങ്ങും. അതുകൊണ്ട് തന്നെ കളകൾ പറിച്ചു കളയുക എന്നുള്ളത് സ്വാഭാവിക പ്രക്രിയയാണ്. അതിന് വിരുദ്ധമായിട്ടാണ് ഇന്നത്തെ ഉപമ നമ്മളോട് പറയുന്നത്. എന്താ ഇങ്ങനെ പറയാൻ കാരണം? പറയാൻ കാരണം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പലസ്തീനായിലെ കാലാവസ്ഥയെ കൂടി ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അവിടെ ഗോതമ്പിൻ്റെ കൂടെ പലപ്പോഴും വളർന്നു വരാറുള്ള ഒരു കളയുണ്ട്, സിസാനിയ എന്ന് പറയും. അത് ആരംഭകാലത്ത് കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കില്ല. ഗോതമ്പ് ചെടിയും ഈ കളയും ഒരേ തരത്തിലായിരിക്കും. അതിൻ്റെ ചുവടും അതിൻ്റെ ഇലയും എല്ലാം ഒരേ നിറം, ഒരേ വലുപ്പം, ഒരേ രീതി. വേർതിരിച്ചറിയാൻ പ്രയാസമാണ്. അതുപോലെ എക്സ്പെർട്ടായിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ ഇത് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് കള പറിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഗോതമ്പ് ചെടി കൂടി പറിച്ചു കളയാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്. രണ്ടാമത്തേത്, ഇതല്പം വളർന്നു കഴിയുമ്പോഴേ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ വളർന്നു കഴിയുമ്പോഴേക്കും ഈ ഗോതമ്പിൻ്റെയും കളയുടെയും വേരുകൾ പരസ്പരം കെട്ടുപിണഞ്ഞ് കിടക്കും. കാരണം അടുത്തടുത്താണല്ലോ വളരുന്നത്. ഇങ്ങനെ വേരുകൾ ഭൂമിയിൽ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരു ചെടി പറിച്ചെടുക്കും, മറ്റേ ചെടി കൂടി പോകും. അതുകൊണ്ട് ഇങ്ങനെ വേര് പറിച്ചു കളയുമ്പോൾ, കള പറിച്ചു കളയുമ്പോൾ ഗോതമ്പ് കൂടി നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒരുമിച്ച് വളരട്ടെ. ഗോതമ്പ് ഈ കളകളെക്കാളും ശക്തമാണ് താനും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് എന്നാണ് പൊതുവെ പറയുക. പലസ്തീനായിലെ സ്വഭാവമാണ്. അതുകൊണ്ട് വിത്ത് കതിരായി ഫലം പുറപ്പെട്ട് കാണുമ്പോൾ മനസ്സിലാകും ഏതാണ് ഗോതമ്പ്, ഏതാണ് ഈ കള. നമ്മുടെ നാട്ടിൽ അപ്പൂപ്പൻ താടി എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. ഇങ്ങനെ ആകാശത്തിൽ കാറ്റിൽ പറക്കുന്ന ചെടിതം, സിസാനിയ എന്ന് പറയും. അങ്ങനെ ഒരു ചെടിയാണ് ഇവിടെ പലസ്തീനായിൽ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് പിന്നീട് കൊയ്ത്തുകാലത്ത് രണ്ടും വേർതിരിച്ചു മാറ്റുന്നു. ഗോതമ്പ് അറപ്പുര ശേഖരിക്കുന്നു, കളകൾ തീയിൽ ചുട്ട് കളയുന്നു. ഇത് ആ നാട്ടിലെ ഒരു സാധാരണ പ്രവൃത്തിയാണ്. ആ ഒരു ശൈലിയാണ് യേശു ഇവിടെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതും ദൈവരാജ്യവും തമ്മിൽ എന്ത് ബന്ധം എന്ന് നമുക്ക് ചോദിക്കാം. പലപ്പോഴും യേശു കഥകളിലൂടെ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്നില്ല. എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ് എന്ന് പോലും പറയുന്നുമില്ല, മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നുണ്ടായി. എന്തുകൊണ്ടാണ് യേശു ഉപമകളിലൂടെ അവരോട് സംസാരിച്ചത്? അവർക്ക് ശിഷ്യന്മാർക്ക് പിന്നീട് വിശദീകരിച്ചു കൊടുത്തത് എന്തുകൊണ്ട് എന്നൊക്കെയുള്ള ചോദ്യം നമ്മൾ കൈകാര്യം ചെയ്തതാണ്. യേശുവിൻ്റെ വാക്കുകൾ കേട്ട് മനസ്സ് തിരിയാൻ തയ്യാറാകാത്തവർക്ക് അവരുമായിട്ടുള്ള സംഭാഷണം വെച്ച് തുടരുന്നെങ്കിലും അവർക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. കഥകളെല്ലാം പറഞ്ഞു, കഥ കണ്ടു, പക്ഷേ കഥയുടെ അർത്ഥം എന്താണ്? ഈ വിത്തും അല്ലെങ്കിൽ വിളയും കളയും തമ്മിലുള്ള ബന്ധം എന്താണ്?
ഇതെല്ലാവരും കാണുന്ന ഒരു കാര്യം. ഇത് പ്രത്യേകമായിട്ട് എടുത്തു പറയാനുണ്ടോ? കോതമ്പ് മണി നിരത്ത് വീണ് കഴിയുന്നില്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കുകയില്ല, അതല്ലെങ്കിൽ കടുകുമണി വളർന്ന് മരമായി തീരും. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യം. എന്തുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നു? ആ ചോദ്യത്തിന് രണ്ടുത്തരമുണ്ട്. ഒന്ന്, യേശു പറയുന്ന സാഹചര്യം. രണ്ട്, ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്ന ഒരു സമൂഹം. യേശു പ്രവർത്തിച്ച സാഹചര്യം ഓർക്കുക. കഴിഞ്ഞ ഉപമ വ്യാഖ്യാനിച്ചപ്പോഴും പ്രത്യേകം പറയുകയുണ്ടായി, യേശു സമൂഹത്തിൽ തിരസ്കരിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിലെ അധികാരികളായവർക്ക് അത്ര ദഹിക്കുമായിരുന്നില്ല. അവൻ്റെ സ്വഭാവശൈലി, അവൻ്റെ പ്രവർത്തന ശൈലി, അവൻ്റെ കൂട്ടുകാർ, അവൻ്റെ പ്രബോധനങ്ങൾ, ഇതെല്ലാം എതിർപ്പിന് കാരണമായി തീർന്നതായി നമ്മൾ കണ്ടു. ഇതോടുകൂടെ യഹൂദ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ വിശുദ്ധരെന്ന് കരുതുന്ന യഹൂദരുടെ ഒരു നിലപാടുണ്ടായിരുന്നു. അവർ പ്രത്യേകിച്ചും ഫരിസേയർ എന്നൊരു സമൂഹം, അവർക്ക് പ്രത്യേകമായൊരു നിലപാടുണ്ട്. ആ നിലപാടിതാണ്, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമായിട്ടും അനുസരിക്കണം. എഴുതപ്പെട്ട മോശയുടെ നിയമങ്ങൾ മാത്രമല്ല, പഞ്ചഗ്രന്ഥത്തിൽ കാണുന്ന 613 നിയമങ്ങൾ മാത്രമല്ല, അവയുടെ വ്യാഖ്യാനങ്ങളും റബ്ബിമാർ കൊടുക്കുന്ന വിശദീകരണങ്ങളും വിലക്കുകളും കൽപ്പനകളും എല്ലാം ലിഖിതമായ നിയമങ്ങളും അലിഖിതമായ പാരമ്പര്യങ്ങളും പൂർണ്ണമായി അനുസരിക്കണം എന്നവർ ശഠിച്ചിരുന്നു. ഇങ്ങനെ നിയമങ്ങൾ പൂർണ്ണമായി അനുസരിക്കാൻ വേണ്ടി വ്രതം ചെയ്തവരാണ് ഫരിസേയർ. ഉത്ഭവത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. 67 മുതൽ 164 വരെയുള്ള മക്കബായ വിപ്ലവകാലത്താണ് രൂപം കൊണ്ടത്. യഹൂദ നിയമങ്ങൾ അനുസരിക്കുന്നതിൻ്റെ പേരിൽ പീഡനങ്ങളേൽക്കാൻ സന്നദ്ധമായ ഏതു ത്യാഗം സഹിച്ചും മരണം പോലും കൈവരിച്ചുകൊണ്ടും നിയമത്തോട് പൂർണ്ണമായ വിശ്വസ്തത പാലിക്കും എന്ന് വ്രതം ചെയ്തവരുടെ ഒരു സമൂഹമായിരുന്നു ഫരിസേയർ. അവർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി കാണപ്പെട്ടതുകൊണ്ട് അവരെ വേർതിരിക്കപ്പെട്ടവർ, പെറൂഷീം അഥവാ ഫാരിസി എന്ന് ജനങ്ങൾ വിളിച്ചിരുന്നു. അപ്പോൾ ഈ ഫരിസേയരുടെ മനോഭാവം ഇതാണ്: ഞങ്ങളാണ് വിശുദ്ധർ. വിശുദ്ധി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പൂർണ്ണമായും അനുസരിക്കുക, അക്ഷരാർത്ഥത്തിൽ അനുസരിക്കുക, വള്ളി പുള്ളി വിടാതെ എല്ലാം കൃത്യമായി അനുസരിക്കണം. ഇങ്ങനെ കൃത്യമായി അനുസരിക്കുന്നവർ മാത്രമേ വിശുദ്ധരാകുന്നുള്ളൂ. അവർക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ സ്ഥാനമുണ്ടാവുകയുള്ളൂ. നിയമങ്ങൾ അനുസരിക്കാത്തവരെല്ലാം അശുദ്ധരാണ്, പാപികളാണ്. അതുകൊണ്ട് തന്നെ കുറേയേറെ പേരെ ഒരു പാപികളെന്ന് മുദ്ര കുത്തിയിരുന്നു. ബൈബിളിൽ നമ്മൾ വീണ്ടും വീണ്ടും കാണുന്ന ഒരു പദമാണ് ചുങ്കക്കാരും പാപികളും. രണ്ടും ഒരേ അർത്ഥമാണ്. എന്താണ് ഈ ചുങ്കക്കാരുടെ പാപം? എങ്ങനെയാണ് പാപികളെന്ന് ഒരാളെ മുദ്ര കുത്തുക? ഒരാളുടെ ഹൃദയം ആർക്കാണ് കാണാൻ കഴിയുക? ഹൃദയം കണ്ടുകൊണ്ടല്ല അവർ ആളുകളെ വിധിച്ചിരുന്നത്, പുറമേയുള്ള പ്രവർത്തനങ്ങളാണ്. അശുദ്ധമായ എന്തെങ്കിലും ഭക്ഷിക്കുന്നവൻ അശുദ്ധനാണ്. നമുക്കറിയാം, യഹൂദരുടെ കാഴ്ചപ്പാടനുസരിച്ച് അശുദ്ധി പലതരത്തിലുണ്ടാകാം. ഈ ബാഹ്യമായ അശുദ്ധിയെല്ലാം പാപമായി കരുതുകയും ചെയ്തിരുന്നു. ജന്മനാ അശുദ്ധരാകുന്നവരുണ്ട്. ബാഹ്യമായ ചില പ്രവർത്തനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ട് അശുദ്ധരായി തീരുന്നവരുണ്ട്. താൽക്കാലികമായ അശുദ്ധിയുണ്ട്, സ്ഥിരമായ അശുദ്ധിയുണ്ട്. ഉദാഹരണത്തിന്, ജന്മനാ അശുദ്ധരാകുന്നവർ, അബ്രാഹത്തിൻ്റെയും സാറായിയുടെയും രക്തം സിരകളിലൂടെ കലർപ്പില്ലാതെ ഒഴുകുന്നു എന്ന് പറയാൻ കഴിയാത്ത എല്ലാവരും അശുദ്ധരാണ്. വിജാതിയരെല്ലാം അശുദ്ധർ. സമറിയാക്കാർ പകുതി യഹൂദരായതുകൊണ്ട് അവരും അശുദ്ധർ. ഇങ്ങനെ ഒരു വിഭാഗത്തെ മുഴുവൻ അശുദ്ധരായി പരിഗണിച്ചിരുന്നു. അവർ പാപികളാണ്. വിജാതിയർ പാപികളായിട്ടാണ് പരിഗണിക്കപ്പെടുക. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അംഗവൈകല്യത്തോടെ ജനിക്കുന്നവരെല്ലാം സ്ഥിരമായി അശുദ്ധരാണ്. കണ്ടു കാണാൻ പാടില്ലാത്തവർ, ചെവി കേൾക്കാൻ പാടില്ലാത്തവർ, മുടന്തർ, ഇവരെല്ലാം അശുദ്ധരാണ്. ചില രോഗങ്ങൾ, കുഷ്ഠരോഗം അശുദ്ധി ഉണ്ടാക്കുന്നതാണ്. അത് താൽക്കാലികമായിരിക്കാൻ രോഗം മാറി എന്ന് പുരോഹിതൻ സാക്ഷ്യപ്പെടുത്തുന്നവരെ അവർ അശുദ്ധരായിരിക്കും. സ്ത്രീകൾ രക്തസ്രാവമുള്ള കാലത്ത് അവർ അശുദ്ധരാണ്. മാസം തോറുമുണ്ടാകുന്ന ഈ പ്രത്യേകതയും അവരെ അശുദ്ധരാക്കി പരിഗണിച്ചിരുന്നു. അതുകൊണ്ട് മാസമുറയുടെ കാലത്ത് അവൾ വീട്ടിൽ തന്നെ ഇരിക്കണം, ദേവാലയത്തിൽ പോകാൻ പാടില്ല, തൊടുന്നതും ഇരിക്കുന്നതും നടക്കുന്നതുമായ എല്ലാ സ്ഥലങ്ങളും അശുദ്ധമാകും. അശുദ്ധമായതിനെ സ്പർശിക്കുന്നതെല്ലാം അശുദ്ധമായി തീരും. ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ. താൽക്കാലികമായ അശുദ്ധി, ശവശരീരത്തെ സ്പർശിക്കുന്നവർ, അശുദ്ധമായ എന്തെങ്കിലും തൊടുന്നവർ, ഇതെല്ലാം അശുദ്ധരായിത്തീരും. ഇവരെല്ലാം പാപികളെന്നാണ് കരുതുക. പക്ഷേ ചില തൊഴിലുകൾ മനുഷ്യനെ അശുദ്ധനാക്കി മാറ്റുന്നു. മനുഷ്യ ശരീരത്തെ സ്പർശിക്കാനായിട്ട് നിർബന്ധിക്കുന്ന ഏത് തൊഴിലും, അത് തിരുമുകാരൻ്റേതാവാം, അതല്ലെങ്കിൽ വൈദ്യൻ്റേതാവാം, ഏതുമാകട്ടെ, ആ തൊഴിലെല്ലാം മറ്റൊരു ശരീരത്തെ സ്പർശിക്കാനായിട്ട് നിർബന്ധിക്കപ്പെടുന്നതിനാൽ അവരും അശുദ്ധരായി മാറുകയാണ്. ഇങ്ങനെ ഒരുപാട് ആളുകളെ അശുദ്ധരായി മാറ്റുകയും അവരെല്ലാം ദൈവരാജ്യത്തിന് പുറത്താണെന്ന് കരുതുകയും ഞങ്ങൾ മാത്രം വിശുദ്ധരാണെന്ന് കരുതുകയും ചെയ്തിരുന്ന ഒരു സമൂഹമായിരുന്നു ഫരിസേയ സമൂഹം. ഈ ഒരു സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ യേശുവും യേശുവിൻ്റെ ആളുകളും എല്ലാം അശുദ്ധരാണ്.
ഈ അശുദ്ധരെ പുറത്താക്കണം, ബഹിഷ്കരിക്കണം. ഈ അശുദ്ധർക്ക് ശുദ്ധരതായ സമൂഹത്തിൽ വരാൻ പാടില്ല. കുഷ്ഠരോഗികൾ ഉദാഹരണത്തിന് പട്ടണത്തിൽ വെളിയിലേ താമസിക്കാവൂ. സാധാരണ ജനങ്ങൾ നടക്കുന്ന വഴിയിലൂടെ നടക്കാൻ പാടില്ല. സാധാരണക്കാരുമായി സമ്പർക്കത്തിൽ വരാൻ പാടില്ല. അശുദ്ധൻ അശുദ്ധൻ എന്നിവർ നിലവിളിച്ചുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ ഒരു സമൂഹത്തെ, ഒരു വലിയ വിഭാഗത്തെ മുഴുവനും അശുദ്ധമായി മാറ്റി മുദ്രകുത്തി മാറ്റുന്ന ഒരു സമൂഹത്തിലാണ് യേശു കടന്നു വരുന്നത്. അശുദ്ധരെല്ലാം പാപികളാണ്, അശുദ്ധരും പാപികളും. ചുങ്കക്കാരനെ സംബന്ധിച്ചും പറയുവാൻ പാപിയാണ്. കാരണം അവൻ വിജാതീയരായ വിദേശീയരായ റോമക്കാരുമായി കൂട്ടുചേരുകയും ആ വിജാതീയരായ റോമക്കാർക്ക് വേണ്ടി സ്വജനത്തെ ചൂഷണം ചെയ്ത് നികുതി പിരിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ ചുങ്കം പിരിക്കൽ ഒരു അശുദ്ധമാക്കുന്ന തൊഴിലാണ്. രണ്ട് കാരണങ്ങളാൽ. ഒന്ന്, വിജാതിയർക്ക് വേണ്ടി നികുതി പിരിക്കുന്നു. രണ്ട്, തനിക്ക് അർഹതപ്പെട്ടതിനേക്കാൾ കൂടുതൽ പിരിച്ച് അനീതി ചെയ്യുന്നു. ഇങ്ങനെ ചുങ്കക്കാർ പലതരത്തിൽ അശുദ്ധരായിരുന്നു. ഇപ്പോൾ ചുങ്കക്കാരും പാപികളും, ഇങ്ങനെ ചുങ്കക്കാരും പാപികളുമെല്ലാം തിരസ്കരിക്കപ്പെട്ടവരാണ്, ദൈവരാജ്യത്തിന് പുറത്താണ് എന്ന് വിചാരിച്ചിരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു യേശുവിൻ്റെ കാലത്ത്. അപ്പോൾ ഇതുകൊണ്ടാണ് യേശു ഈ ഉപമ പറയുന്നത്. ഈ ഉപമയിൽ പ്രത്യേകത കാര്യം, വയലിൽ കാണുന്നത് പോലെ നെല്ലും പുല്ലും ഇപ്പോൾ വേർതിരിക്കാനാവില്ല. അസഹിഷ്ണുത പാടില്ല. എല്ലാവരെയും സ്വീകരിക്കാൻ സന്നദ്ധമാവുക. ഈ വയലിൽ എല്ലാം വളരട്ടെ. ദൈവരാജ്യം എന്ന് പറയുന്നത് വിശുദ്ധന്മാർക്ക് മാത്രം വളരാനുള്ള ഒരു സ്ഥലമല്ല. യേശു പഠിപ്പിക്കുന്നതാണ്, എല്ലാവരും വിശുദ്ധരായിരിക്കണമെന്നില്ല, വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ്. സഭയെക്കുറിച്ച് പോലും അങ്ങനെ തന്നെയാണ് പറയുക. വിശുദ്ധരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരും. വിശുദ്ധർ എന്നാൽ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടവരാണ്, ദൈവത്തിൻ്റെതായ ഹിതം പൂർണ്ണമായും നിറവേറ്റുന്നവരാണ്. അപ്പോൾ വിശുദ്ധിയെക്കുറിച്ച് രണ്ട് തരത്തിൽ പറയാം. ഓണ്ടോളോജിക്കൽ അല്ലെങ്കിൽ എക്സിസ്റ്റൻഷ്യൽ, അസ്തിത്വപരമായ വിശുദ്ധി, ദൈവത്തിന് വേണ്ടി സ്വയം മാറ്റിവെക്കപ്പെട്ടവർ. പിന്നെ എത്തിക്കൽ അല്ലെങ്കിൽ ധാർമ്മികമായ വിശുദ്ധി, ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് ജീവിക്കുന്നവർ. ഇങ്ങനെ വിശുദ്ധരായവർ മാത്രമല്ല ഈ ഭൂമിയിലുള്ളത്. ഈ വിശുദ്ധരായവർക്ക് വേണ്ടി മാത്രം ഒരു ഭൂമി ഉണ്ടാക്കിയിട്ടുമില്ല. ഇവിടെ രണ്ടു കൂട്ടരുമുണ്ട്. അതുകൊണ്ട് യേശു പഠിപ്പിക്കുന്നത് ഇവിടെ എല്ലാവർക്കും സ്ഥാനമുണ്ട്. വളരട്ടെ, എല്ലാവർക്കും അവസരം കൊടുക്കുക. ഇപ്പോഴേ ആരും വെട്ടിമാറ്റാൻ പോകരുത്. അപ്പോൾ യേശുവിൻ്റെ ജീവിതകാലത്ത് എടുക്കുന്നൊരു തീരുമാനം ഫരിസേയരുടെ മനോഭാവത്തിന് വിരുദ്ധമായിട്ട് എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു മനോഭാവമാണ് യേശുവിൻ്റേത്. അത് ഇങ്ങനെ ഒരു ഉപമ പറയുന്ന സാഹചര്യവും നമ്മൾ ഓർക്കണം. ഇപ്രകാരം യേശുവിനെതിരെ കൊണ്ടുവരുന്നൊരു വിവേചനം. അവൻ ചുങ്കക്കാരോടും പാപികളോടും ഒത്ത് ഭക്ഷിക്കുന്നു. അവൻ സക്കേവൂസിൻ്റെയും മത്തായിയുടെയും അതുപോലെ പലരുടെയും വീട്ടിൽ പോയി വിരുന്നിരിക്കുന്നു. പാപികളോട്, സമൂഹം പുറന്തള്ളിയിരുന്നവരോട് അവൻ കൂട്ടുചേരുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ പുറന്തള്ളപ്പെടേണ്ടവരെ പുറന്തള്ളാതെ അകത്ത് കയറ്റുന്നത് തെറ്റാണെന്ന് കരുതിയ ഒരു സമൂഹത്തോടാണ് യേശു പറയുക. അപ്പോൾ ഇവിടെ രണ്ടിനും സ്ഥാനമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് കടന്നു വരുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, യേശു പറഞ്ഞ കഥയുടെ ചരിത്രപരമായ പശ്ചാത്തലത്തിൽ ഉള്ളത് ഈ ഫരിസേയ സമൂഹവുമായിട്ടുള്ള യേശുവിൻ്റെ സംവാദമാണ്. അവിടെ ആരെയും മുദ്രകുത്തി പുറത്താക്കരുത്. ചുങ്കക്കാരും പാപികളും അവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. അവസാനം വരെ നിലനിൽക്കേണ്ടതാണ്. പക്ഷേ അവസാനം ഒരു വിധിയുണ്ടാകും തീർച്ചയായിട്ടും. പക്ഷേ അത് ദൈവമാണ് വിധിക്കുക. മരണം വരെ മാനസാന്തരപ്പെടാനുള്ള അവസരം എല്ലാവർക്കുമുണ്ട്. ഇപ്പോൾ ദൈവരാജ്യം യേശു പ്രഘോഷിച്ചത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയാണ്. അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. ആരെയും ഒഴിവാക്കരുത്, ആരെയും മാറ്റി നിർത്തരുത്. വിജാതീയരാവട്ടെ, ചുങ്കക്കാരാവട്ടെ, സമറിയക്കാരാവട്ടെ, എല്ലാവർക്കും പിതാവിൻ്റെ രാജ്യത്തിൽ സ്ഥാനമുണ്ട്. എല്ലാവരെയും സ്വീകരിക്കാൻ സന്നദ്ധമാണ്. അത്രമാത്രം വിശാലമാണ് ദൈവരാജ്യം. ഇത് സുവിശേഷം എഴുതുന്ന സാഹചര്യത്തിലേക്കും പിന്നീട് സഭയുടെ കാലത്തേക്കും വരുമ്പോൾ വളരെ നിർണായകമായ ഒരു പ്രാധാന്യമുള്ളതാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർ തന്നെ പറയും, ഗുരു, അങ്ങയുടെ നാമത്തിൽ ഒരാൾ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന ഞങ്ങൾ കണ്ടു, അവൻ ഞങ്ങളെ അനുഗമിക്കാൻ സന്നദ്ധമാകാത്തതുകൊണ്ട് അവനെ മുടക്കി. യേശു അവരെ മുടക്കണ്ട. എൻ്റെ നാമത്തിൽ പ്രസംഗിച്ചിട്ട് എനിക്കെതിരെ ആരും പറയില്ല. നിങ്ങൾക്കെതിരല്ലാത്തവൻ നിങ്ങളുടെ കൂടെയാണ്. ആരെയും ഒഴിവാക്കരുത്. വിധിക്കാനും കുറ്റപ്പെടുത്താനും പുറന്തള്ളാനുമുള്ള പ്രവണത എപ്പോഴും സഭയിലുണ്ടായിരുന്നു. ആ സഭാസമൂഹത്തിൽ ഇന്നും ഇത് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ യേശു പറയുന്നത് ഒരു സഹിഷ്ണുതയുടെ പാഠമാണ്. ആരെയും നിങ്ങൾ മാറ്റി നിർത്താതിരിക്കുക, ആരെയും ഒഴിവാക്കാതിരിക്കുക. തീർച്ചയായിട്ടും കുറ്റപ്പെടുത്തണം, ശാസിക്കണം, പക്ഷേ ഒഴിവാക്കരുത്. ആരെയും ഒഴിവാക്കാനായിട്ടുള്ള അവസരമില്ല. ഇത് സഭ പഠിക്കേണ്ടതുണ്ട്, ഇന്നും പഠിക്കേണ്ടതുണ്ട്. ഒരുപക്ഷേ ഇപ്രകാരം ഒരു സഹിഷ്ണുതാ മനോഭാവം ഉണ്ടായിരുന്നെങ്കിൽ സഭയിലെ പല പിളർപ്പുകളും ഒഴിവാകുമായിരുന്നു. സഭയ്ക്കെതിരെ ഉണ്ടായ പല ആരോപണങ്ങളും ഒഴിവാകുമായിരുന്നു.
മാർപ്പാപ്പാമാർ തന്നെ പരസ്യമായി ക്ഷമായാചനം ചെയ്ത ഇൻക്വിസിഷൻ പോലുള്ള പല കാര്യങ്ങളും സംഭവിക്കാതിരിക്കുമായിരുന്നു. എങ്ങനെയോ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയിൽ യേശു നൽകിയ സഹിഷ്ണുതയുടേതായ മനോഭാവം നഷ്ടപ്പെട്ടു പോയി. ഈ സഹിഷ്ണുത ഇന്നും പലപ്പോഴും ഇല്ലാതായി പോകുന്നു. തങ്ങൾ ചിന്തിക്കുന്നതിന് വ്യത്യസ്തമായി ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ അയാളെ ഒറ്റപ്പെടുത്താനും പുറത്താക്കാനുമുള്ള ശ്രമം സഭാസമൂഹത്തിലുണ്ട്. അതിനേക്കാൾ എത്രയോ കൂടുതൽ മറ്റ് സമൂഹങ്ങളിൽ ഇന്ന് വളരെ ശക്തമായ മതപീഡനങ്ങൾ നടക്കുന്ന സാഹചര്യങ്ങളുണ്ട്. തങ്ങളുടേതായ മതത്തിൽ നിന്ന് വ്യത്യസ്തമായി വിശ്വസിക്കുന്നവരെ ജീവിക്കാൻ അനുവദിക്കാത്ത ചില സാഹചര്യങ്ങൾ മൂലമായിട്ടുണ്ട്. ഈ രാജ്യം ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ വിശ്വാസം മാത്രമേ ഇവിടെ പാടുള്ളൂ. അത് ഇസ്ലാമിൻ്റേതായിരിക്കാം, ഹിന്ദുവിൻ്റേതായിരിക്കാം. ഇപ്പോൾ ഇവിടെ എൻ്റെ വിശ്വാസം മാത്രം, ഇസ്ലാമിക് നേഷനാണിത്, ഇനി ഇവിടെ മറ്റാർക്കും ഇവിടെ അവസരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഇറാഖിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ദുരന്തങ്ങൾ ഈ ഒരു ദൈവത്തിൻ്റെ മനോഭാവം മനസ്സിലാകാത്തതുകൊണ്ടല്ലേ? അസഹിഷ്ണുതാ മനോഭാവം. ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആരെയും ചിന്തിക്കാനോ ജീവിക്കാനോ അനുവദിക്കുകയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ സത്യത്തിന് തന്നെ എതിരെ കണ്ണടച്ചു പോവുകയാണ്. അപ്പോൾ സഭാസമൂഹത്തിൽ, രാഷ്ട്രീയ സമൂഹത്തിൽ ഇതിൻ്റെ വലിയ പ്രത്യാഘാതങ്ങൾ നമ്മളിന്ന് കാണുന്നുണ്ട്. ഒരു സഹിഷ്ണുതാ മനോഭാവം, വിളയും കളയും ഒരുമിച്ച് വളരുന്ന വയലാണ് ഈ ലോകം. സഭ എന്ന പോലെ ലോകവും. ഇവിടെ എല്ലാവർക്കും വളരാനുള്ള അവകാശമുണ്ട്. രണ്ടാമതൊരു കാര്യം, ആരാണ് വിധിക്കുക? ഇത് കളയാണ്, വിളയാണെന്ന് പറയാൻ, ഇത് നല്ലതാണ്, മറ്റത് മോശമാണെന്ന് പറയാൻ എന്താണ് മാനദണ്ഡം? ഒരു മനുഷ്യനെ എങ്ങനെ നമുക്ക് വിധിച്ച് പുറന്തള്ളാൻ കഴിയും? മനുഷ്യന് മാനസാന്തരത്തിനുള്ള അവസരം എപ്പോഴും ദൈവം നൽകുന്നുണ്ട്. അവസാനം വരെ, ജീവശ്വാസമുള്ള അവസാന നിമിഷം വരെ അവന് മനസ്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരെയും വിധിക്കാതിരിക്കുക. യേശു പറഞ്ഞല്ലോ, നിങ്ങൾ വിധിക്കരുത്, നിങ്ങളെയും വിധിക്കുകയില്ല, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. അപ്പോൾ ഇവിടെ ഒരുമിച്ച് വളരണം. ഈ ഭൂമിയിൽ എല്ലാവർക്കും ഒരുമിച്ച് വളരാൻ സാധിക്കണം. പക്ഷേ ഈ ഭൂമിയിലേക്ക് കളകൾ വരുന്ന മറ്റ് സാഹചര്യങ്ങളുണ്ട്. ഇവിടെ ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ കളകൾ വിതച്ചത്? യജമാനൻ പറയും, ഉടമസ്ഥൻ പറയും, അത് ശത്രു ചെയ്തതാണ്. ഇത് പലസ്തീനായിൽ പലപ്പോഴും സംഭവിക്കാറുണ്ടായിരുന്നു. ഒരു ശത്രുത ഉണ്ടെങ്കിൽ ഒരാളെ നശിപ്പിക്കാനായിട്ട് അയാളുടെ പറമ്പിൽ അയാൾ വിതച്ച ഗോതമ്പ് വയലിലേക്ക് കള വിതച്ചാൽ മതി. വളർന്നു വരുമ്പോഴേക്കും ഗോതമ്പില്ലാണ്ടായിത്തീരും. അത് ശത്രു ചെയ്ത പണിയാണ്. അപ്പോൾ ശത്രു എന്ന് ഇവിടെ ഉപയോഗിക്കുന്ന പദം പിശാച് എന്നൊരർത്ഥത്തിലാണ്, തിന്മയുടെ ശക്തിയായിട്ടാണ്. ആ ശത്രു കള വിതയ്ക്കൽ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്നത്തെ കളകൾ അധിക പങ്കവും വരുന്നത് ഗോതമ്പ് വയലല്ല, അവിടെയും സംഭവിക്കാറുണ്ട്. പലരും വിളവുകൾ നശിപ്പിക്കത്തക്ക രീതിയിലുള്ള പുതിയ ബാക്ടീരിയകൾ കണ്ടുപിടിക്കുകയും പുതിയ വിത്തുകൾ കണ്ടുപിടിക്കുകയും ദേശത്ത് മുഴുവൻ ക്ഷാമം ഉണ്ടാക്കുകയും ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. അതിനേക്കാൾ കൂടുതലായിട്ട് ഹൃദയമാകുന്ന വയലുകളിലാണ് കളകൾ വിതച്ചുകൊണ്ടിരിക്കുന്നത്. തെറ്റായ പ്രബോധനങ്ങൾ, അവരെൻ്റെ ശത്രുവാണെന്നും എൻ്റെ നരകമാണെന്നും പഠിപ്പിച്ച് അയൽക്കാരനെ സഹോദരനായി കാണാതെ ശത്രുവായി കാണാനായിട്ട് പ്രേരിപ്പിക്കുന്ന, എൻ്റേതും വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട് സ്വീകരിക്കുന്നവരെ ശത്രുവാണെന്നും ഉന്മൂലനം ചെയ്യണമെന്നും പഠിപ്പിക്കുന്ന ആശയങ്ങൾ, അത് ഇൻ്റർനെറ്റിലൂടെയാവാം, ടെലിവിഷനിലൂടെയാവാം, പല രീതിയിലാകാം, പ്രബോധനങ്ങളിലൂടെ, കൺവെൻഷനുകളിലൂടെ. ഇപ്പോൾ കളകൾ വിതച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ധാരാളം. ശത്രുവാണ് കള വിതയ്ക്കുന്നത്. അതിന്നും സംഭവിക്കും. ഈ കളകൾ ഒരുപക്ഷെ നമ്മൾ ഇന്ന് കമ്പ്യൂട്ടറിൻ്റെ ലോകത്ത്, ഇൻ്റർനെറ്റിൻ്റെ ലോകത്തൊക്കെ കാണുന്ന വൈറസ് പോലെയാവാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചില വൈറസുകൾ പ്രൊഡ്യൂസ് ചെയ്ത് ഈ ഇൻ്റർനെറ്റിൻ്റെ ശൃംഖലയിലേക്ക് കടത്തിവിടുന്നു? എനിക്കൊരിക്കൽ സംഭവിച്ചു, എൻ്റെ കമ്പ്യൂട്ടർ കേടായി. കാര്യം ആൻറ്റിവൈറസൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഏതോ അതിനെ മറികടക്കുന്ന വൈറസ് ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് പ്രോഗ്രാംസ് നഷ്ടപ്പെട്ടു. ആർക്ക് എന്തു ഉപകാരമുണ്ടായതുകൊണ്ട്? നശിപ്പിക്കുന്നതിലൂടെയുള്ള സന്തോഷം, പക്ഷേ അത് വലിയ നാശങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലുണ്ടാകാം. അപ്പോൾ കളകൾ വിതച്ചുകൊണ്ടിരിക്കുന്ന തിന്മയുടെ ശക്തി ഇവിടെ ഉണ്ട് എന്ന കാര്യം നമുക്ക് മറക്കാനാവില്ല. പക്ഷേ അത് ഒരുപടി കൂടി കടന്ന് മനുഷ്യനെ തന്നെ കളയായി കാണുകയും മനുഷ്യനെ തന്നെ ഉന്മൂലനം ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ യേശു പഠിപ്പിച്ച ഈ സഹിഷ്ണുതയ്ക്ക് വിരുദ്ധമായിത്തീരുന്നു. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു. ഒന്ന്, ദൈവത്തിൻ്റെ വചനമാകുന്ന ഈ വിത്ത് ഹൃദയത്തിൽ ശേഖരിക്കണം. അതിന് ഹൃദയം ശുദ്ധമാവണം. ഹൃദയത്തിൽ സ്നേഹവും ശാന്തിയും പരസ്പരമുള്ള സഹിഷ്ണുതാ മനോഭാവം ഉണ്ടാകണം. ആരെയും വിധിക്കാതിരിക്കുക. വിധിക്കരുത്, നിങ്ങൾ വിധിക്കപ്പെടുകയില്ല. വിധിച്ചു മാറ്റാനല്ല, ആരെയും തള്ളിപ്പറയാനല്ല, എല്ലാവരെയും സ്വീകരിക്കാനാണ് യേശു നമ്മളെ പഠിപ്പിച്ചത്. ഹൃദയം തുറന്ന് എല്ലാവരും സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഹൃദയത്തിൽ ദൈവ വചനം സ്വീകരിക്കുക, വിത്തിനു വേണ്ടി ഹൃദയത്തെ ഒരുക്കുക, എല്ലാവരെയും സ്വീകരിക്കാനുള്ള ആ ഒരു ഹൃദയവിശാലത ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം, ഏതാണ് കള എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ക്രിസ്തുവിൻ്റെ
ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള മൂല്യങ്ങൾ നമ്മളിലേക്ക് കടന്നുവിടുന്ന പരസ്യ പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ ചിന്താഗതികൾ, പ്രത്യയ ശാസ്ത്രങ്ങൾ, മതഭീകരത, ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ പേരിൽ മറ്റൊരാളെ കൊല ചെയ്യാനായിട്ട് ഏത് ദൈവമാണ് ആഗ്രഹിക്കുക? ദൈവം എല്ലാ മനുഷ്യരുടെയും ദൈവമാണെങ്കിൽ ഏത് പേരിൽ വിളിച്ചാലും ഒരു ദൈവത്തെ തന്നെയാണ് നമ്മൾ വിളിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് ഒരു പേരിലുള്ള ദൈവം മാത്രം അറിയപ്പെടുന്നു, മറ്റവരെല്ലാം വധിക്കപ്പെടേണ്ടവരാണെന്ന് നിശ്ചയിക്കാൻ ആർക്ക് സാധിക്കും? അപ്പോൾ ഇപ്രകാരമുള്ള ഈ തീവ്രവാദം അത് പല മതങ്ങളിലും ഉണ്ടാകാം, ചുരുക്കമായിട്ടെങ്കിലും. പക്ഷേ ഈ തീവ്രവാദികളാണ് സമൂഹത്തിൽ വലിയ നാശം വിതയ്ക്കുന്നത് നമുക്ക് ഓർക്കണം. ഇത്രയും ഉപമയുടെ വിശദീകരണം. ഈ ഉപമയ്ക്ക് സുവിശേഷത്തിൽ തന്നെ പ്രത്യേകമായ ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. പൊതുവായ അർത്ഥത്തിന് പുറമേ ഓരോ വിശദാംശങ്ങൾക്കും പ്രത്യേകം വിശദീകരണം കൊടുക്കുന്നതാണ് ഈ വ്യാഖ്യാനം. ഞാനത് വായിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം 36 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. ജനക്കൂട്ടത്തെ പറഞ്ഞയച്ചിട്ട് അവൻ വീട്ടിലേക്ക് വന്നു. ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്ന് അപേക്ഷിച്ചു, വയലിലെ കളകളെ സംബന്ധിക്കുന്ന ഉപമ ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നാലും. അവൻ ഉത്തരം പറഞ്ഞു, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രനാണ്. വയൽ ലോകവും. നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാരും കളകൾ ദുഷ്ടൻ്റെ പുത്രന്മാരുമാണ്. അവ വിതച്ചത് പിശാചാണ്. കൊയ്ത്ത് യുഗാന്തമാണ്. കൊയ്ത്തുകാർ ദൈവദൂതന്മാരും. കളകൾ ശേഖരിച്ച് അഗ്നിക്കരയാക്കുന്നത് എങ്ങനെയോ അങ്ങനെ തന്നെ യുഗാന്തത്തിലും സംഭവിക്കും. മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കുകയും അവർ അവൻ്റെ രാജ്യത്തു നിന്ന് എല്ലാ പാപഹേതുക്കളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഠത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതാണ് യേശു നൽകിയ വിശദീകരണം. കേന്ദ്രവത്തായ ഒരാശയം മാത്രം അവതരിപ്പിക്കുന്ന ഉപമ ഒരു അന്യാപദേശമായ അഥവാ അലഗറിയായി വിശദീകരിക്കുന്നതാണ് നമ്മൾ വായിച്ചു കേട്ട ഈ വിശദീകരണം. ഒരു കേന്ദ്രവത്തായ ആശയത്തിന് അപ്പുറത്ത് കഥയിലെ ഓരോ വിശദാംശങ്ങൾക്കും പ്രത്യേകം വ്യാഖ്യാനം കൊടുക്കുന്നു. ഇതിൽ നിന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മൾ വിധിക്കരുത്, നമ്മൾ വിധിക്കപ്പെടുകയില്ല. ഇതെന്നെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് കഥയെന്ന് ഓർക്കുക. എൻ്റെ സഹോദരങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും. ആരാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, ആരാണ് വിശുദ്ധർ, ആരാണ് അവിശുദ്ധർ നമുക്ക് പറയാനാവില്ല. ഏറ്റവും വിശുദ്ധനെന്ന് വിചാരിക്കുന്നതിന് ഉള്ളിലും അശുദ്ധി ഉണ്ടാകാം. അശുദ്ധനെന്ന് വിചാരിക്കുന്നവൻ വിശുദ്ധനായിരിക്കാം, നമുക്കറിയില്ല. അതുകൊണ്ട് വിധിക്കാതിരിക്കുക. അതേസമയം നമ്മൾ ഓർക്കണം, എല്ലാവർക്കും ഒരു അന്തിമ വിധി ഉണ്ടാകും. അത് അവസാനമായിരിക്കും. ജീവശ്വാസം ഉള്ളിടത്തോളം കാലം നമുക്ക് മാനസാന്തരത്തിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വിധിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. എല്ലാവരും ഒരു വിധിയെ നേരിടേണ്ടി വരും. അന്ന് ദൈവമാണ് നിശ്ചയിക്കുക ആരാണ് വിശുദ്ധൻ, ആരാണ് വിശുദ്ധനല്ലാത്തത്. അതുപോലെ ഇന്ന് പല വിസ്മയങ്ങളുണ്ടായി എന്ന് വരാം. ഇന്ന് വിശുദ്ധരാണെന്ന് വിചാരിക്കുന്ന പലരും അന്ന് വിശുദ്ധരല്ല എന്ന് കാണപ്പെട്ടു എന്ന് വരും. അതുപോലെ തന്നെ പാപിയാണെന്ന് മുദ്ര കുത്തിയവർ പലരും സ്വർഗരാജ്യത്തിൽ ദൈവത്തോട് നിന്നാണെന്ന് നമ്മൾ കാണുകയും ചെയ്യും. കിഴക്കുന്നും പടിഞ്ഞാറും ധാരാളം ആളുകൾ വരുന്നതിനെക്കുറിച്ച് യേശു പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളാണ് എൻ്റെ വിധി നിർണ്ണയിക്കുന്നത് കൂടി ഓർക്കുക. നാളെയല്ല, ഇന്നാണ് തീരുമാനം. ഇന്നെടുക്കുന്ന ഓരോ ദിവസവും എടുക്കുന്ന തീരുമാനങ്ങളാണ് എൻ്റെ അന്തിമ വിധി തയ്യാറാക്കുന്നത്. അവസാനമായി നമ്മെ വിധിക്കുന്നത് നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച യേശുവാണെന്ന കാര്യം മറക്കാതിരിക്കുക. എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുകയും ചെയ്ത യേശുവിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുക. അതുകൊണ്ട് പ്രത്യാശയോടെ ജീവിക്കുക. ഞാൻ എന്നെയും വിധിക്കേണ്ട കാര്യമില്ല. എന്നെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. വിധിക്കരുത്, നിങ്ങൾ വിധിക്കപ്പെടുകയില്ല. പ്രത്യാശയോടെ നമുക്ക് മുന്നോട്ട് പോകാം. പ്രാർത്ഥനയോടെ നമുക്ക് ഈ മെഡിറ്റേഷൻ സമാപിക്കാം. കാരണവാനായ ദൈവമേ, വിളയും കളയും ഒരുമിച്ച് വളരുന്ന വയലാണ് ഈ ഭൂമിയെന്നും ഇവിടെ ഞങ്ങൾ ആരും പരസ്പരം വിധിക്കുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്യരുതെന്നും അങ്ങിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം ഞങ്ങളെ പഠിപ്പിച്ചതിന് അങ്ങേക്ക് നന്ദി. കർത്താവ്, എല്ലാവരിലും നന്മ കാണാനും എല്ലാവരെയും സഹോദരങ്ങളായി കാണാനും ആരെയും വിധിക്കാതെ ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാതെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രയത്നിക്കാനും എല്ലാവരെയും നന്മനസ്സോടെ കാണാനും വേണ്ട കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര.